കാർഷിക വാർത്തകൾ. ഈസ്റ്ററും വിഷുവും ഉൾപ്പെടെയുള്ള വിശേഷ ദിനങ്ങൾ കഴിഞ്ഞിട്ടും വിലയിൽ മാറ്റമില്ലാതെ മീൻ വിപണി. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടലിൽ ചൂട് ക്രമാതീതമായി കൂടിയത് മീൻ ലഭ്യതയെ സാരമായി ബാധിച്ചതാണ് വിലക്കയറ്റത്തിന് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നിലവിൽ മീൻവരവ് നന്നേ കുറവാണ്. കാലവർഷം എത്തുന്നതോടെ മാത്രമേ സ്ഥിതിയിൽ മാറ്റമുണ്ടാകൂ എന്നാണ് കരുതുന്നത്. പ്രാദേശിക തൊഴിലാളികൾക്ക് തദ്ദേശീയമായി കിട്ടുന്ന അയലയും മത്തിയും കൊഞ്ചും പോലും ഇപ്പോൾ നാമമാത്രമായി ലഭിക്കുന്നുള്ളൂ. വറുതിയുടെയും സാമ്പത്തിക ബാധ്യതയുടെയും കാര്യങ്ങളാണ് ബോട്ടുടമകൾക്കും വള്ളക്കാർക്കും പറയാനുള്ളത്. വിഷുദിനത്തിൽ അയക്കുറയ്ക്ക് 1000 മുതൽ 1100 രൂപ തോതിലായിരുന്നു വില. ഇത് അതേപടി തുടരുകയാണ്. ആവോലിക്ക് 700 മുതൽ 850 രൂപ വരെയാണ് വില. സ്ഥിരമായി ഹോട്ടൽ ഭക്ഷണത്തെ ആശ്രയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വൻ സാമ്പത്തിക ചെലവാണ് നിലവിൽ. ഗ്യാസ് ക്ഷാമം, വിറകുവില വർധന എന്നീ കാരണങ്ങളാൽ വലിയൊരു ശതമാനം ഹോട്ടൽ ഉടമകൾ ഊൺവിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഊണിനൊപ്പം സ്പെഷ്യൽ മീൻ വിഭവങ്ങൾ കൂടി വാങ്ങുകയാണെങ്കിൽ കീശ കാലിയാവുന്ന സ്ഥിതിയാണ്. ഊണിന്റെ ഇരട്ടിയിലേറെ വിലയാണ് മീൻ സ്പെഷ്യൽ വിഭവങ്ങൾക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഏറെ നാളത്തെ ഇടിവിന് ശേഷം ഏലയ്ക്ക വിപണിയിൽ വീണ്ടും ഉണർവ്. ഒരു മാസത്തിനിടെ 600 രൂപയ്ക്ക് മുകളിലാണ് വില ഉയർന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും കയറ്റുമതിയിലെ ഇടിവും വിലക്കയറ്റത്തിന് കാരണമായി. ഏലക്ക വിലയിൽ ശ്രദ്ധേയമായ ഉയർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ മാസം 2000 രൂപയ്ക്കടുത്തു നിന്നിരുന്ന ശരാശരി വില ഇപ്പോൾ 2700 മുതൽ 2800 രൂപ വരെയായി ഉയർന്നു. ഗ്വാട്ടിമാലയിൽ നിന്നുള്ള കയറ്റുമതിയിൽ ഇടിവുണ്ടായതും പശ്ചിമേഷ്യയിലെ സംഘർഷം കുറയുന്നതോടെ വ്യാപാരം സജീവമായതുമാണ് പ്രധാന കാരണം. എന്നാൽ സീസൺ അവസാന ഘട്ടമായതിനാൽ വലിയ കർഷകർക്കും വ്യാപാരികൾക്കുമാണ് ഈ വർധന കൂടുതൽ ഗുണകരമാവുക. 2023 ഓഗസ്റ്റിലാണ് 2.5 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഏലയ്ക്ക വില 2000 കടന്നത്. അതിനു മുൻപ് 2020 ഡിസംബർ 16-നാണ് ഈ ലേലത്തിൽ ഏലയ്ക്ക വില 2000-ലെത്തിയത്. 2020 ജനുവരി 4-ന് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയായ 7000 രൂപയും ശരാശരി വില 4015 രൂപയും രേഖപ്പെടുത്തി. 2021 ഡിസംബർ 6-ന് 1011 രൂപയായിരുന്ന ശരാശരി വില പിന്നീട് അതിലും താഴെയായി. 2022 ജൂൺ 9-ന് ശരാശരി വില 718 രൂപയായി കുറഞ്ഞു. 2023 മാർച്ച് 11-ന് 1500 രൂപയായി ശരാശരി വില ഉയർന്നെങ്കിലും വീണ്ടും കുറഞ്ഞു. ഏലത്തിന് താങ്ങുവില പ്രഖ്യാപിച്ച് വിലയിലെ അനിശ്ചിതത്വം ഒഴിവാക്കാൻ സ്പൈസസ് ബോർഡും സംസ്ഥാന സർക്കാരും നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നിയന്ത്രിത വസ്തുക്കൾ കടത്താനുള്ള ശ്രമം പൊളിച്ച് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. 139 കോടി രൂപയുടെ വിത്തും ഗ്രീൻ പീസും ഉൾപ്പെടെയുള്ള ചരക്കുകളാണ് പിടികൂടിയത്. തണ്ണിമത്തൻ വിത്തും ഗ്രീൻ പീസും ഉൾപ്പെടെ JNPT തുറമുഖം വഴി അനധികൃതമായി എത്തിക്കാൻ ശ്രമിച്ച 139 കോടി രൂപയുടെ വസ്തുക്കളാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടിയത്. നിയമവിരുദ്ധമായി 132 കണ്ടെയ്നറുകൾ ഇറക്കുമതി ചെയ്ത വ്യാപാരിയെ അറസ്റ്റ് ചെയ്തു. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടത്തിയത്. ടാൻസാനിയ, സുഡാൻ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ച വിത്തുകളും കാനഡയിൽ നിന്ന് എത്തിച്ച ഗ്രീൻ പീസുമാണ് പിടികൂടിയതിലേറെയും. രാജ്യത്തെ കർഷകരെ സംരക്ഷിക്കുന്നതിനായി ഇറക്കുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയ വസ്തുക്കൾ കടത്തിയതിനാണ് കേസെടുത്തത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.